ഞാൻ ആക്സിഡന്റ് ആയിട്ട് വീണ് കിടക്കുമ്പോ എന്നെ സേഫ് ആയിട്ട് എങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന് ആ കൂടിയെന്നല്ല ആർക്കും അറിയില്ല. ഈവൻ എനിക്ക് പോലും അറിയില്ല എന്താ സംഭവിച്ചെന്ന്. എന്റെ ശരീരത്തിൽ ഒരു തരി ചോര പോലും പൊടിഞ്ഞില്ലായിരുന്നു. ഞാൻ ആ കിടപ്പിന്ന് ജസ്റ്റ് എഴുന്നേക്കാൻ നോക്കി. എന്നോട് ഡോക്ടർ പറഞ്ഞത് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റ് പോലും ഊരാൻ പാടില്ല. നമ്മൾ കറക്റ്റായിട്ട് ആക്സിഡന്റ് നമ്മളാ വേറെ അല്ലല്ലോ, നമ്മൾ കിടന്ന കിടപ്പിൽ എന്നെ കറക്റ്റായിട്ട് സ്ട്രക്ചറിൽ കൊണ്ടുപോയി ആംബുലൻസിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ ഈ ഇരിപ്പിരിക്കില്ലായിരുന്നു. കാരണം എനിക്കറിയില്ല, കൂടെ നിന്ന് ആർക്കും ഇതിനുള്ള ഒരു വിവരമില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ സിലബസിൽ സ്കൂൾ സിലബസിൽ എങ്ങനെ ഒരു ആക്സിഡൻറ്റ് സ്പോട്ടിൽ നിന്ന് നല്ല ക്ലിയർ ആയിട്ടൊരു മനുഷ്യനെ റെസ്ക്യൂ ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാന്നൊക്കെയുള്ള ഒരു ട്രെയിനിങ് ചെറിയ ക്ലാസ്സിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ താങ്കൾ പറയുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് വർഷം പഴക്കമുള്ള ഗതാഗത നിയമങ്ങളൊക്കെയാണ് നമ്മളെ ഇവിടെ ഉള്ളത്. പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള രീതിയിൽ നിയമങ്ങൾ മാറ്റുന്നില്ല. അതേപോലെ തന്നെ മറ്റൊന്നത് ഒരു കൾച്ചറാണ്. നമ്മളെ ഈ ഗതാഗത നിയമങ്ങൾ റോഡിൽ അനുസരിക്കണം എന്ന് നമ്മളുടെ പല ആളുകൾക്ക് ഇന്നും ബോധ്യമല്ല. നമുക്ക് ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിരിക്കും, കാരണം വൺ വേ ആണ്, ഇതാണ്, എല്ലാ നിയമങ്ങളും എല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ നിയമങ്ങളെ തെറ്റിക്കാനുള്ളൊരു പ്രവണത, കാരണം ഒരു നിയമം തെറ്റിച്ച് വണ്ടി ഓടിക്കാനുള്ള ടെൻഡൻസി എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ഗതാഗത സംസ്കാരം നമ്മൾ മാറ്റേണ്ടതാണ്. അത് ചെറുപ്പമുണ്ട്. ചേട്ടൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, ചെറിയ കുട്ടിക്ക് ബൈസിക്കിൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഹെൽമെറ്റ് കൂടെ വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കണം. ഇന്നു മുമ്പത്തെ ഒരു ചർച്ചയിൽ ഞാൻ കണ്ടതാണ്, ഒരു ഫോറിൻ രാജ്യത്ത് ഒരാൾ പോയ സമയത്ത് ഒരു കലിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് ബ്ലോക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി അങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നു, അതിനുശേഷം അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു വണ്ടി പാസ് ചെയ്യുന്നു. അങ്ങനെ തീരെ ബ്ലോക്കില്ലാത്ത രീതിയിൽ വളരെ നല്ലൊരു കൾച്ചർ, ഇത് ട്രാഫിക് കൾച്ചറായിട്ട് അവിടെ അത് ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നമ്മളെവിടെയായിരുന്നു ഒരു കലിങ്ങിൻ്റെ പണി നടക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഇടിച്ച് കയറി ഫുൾ ബ്ലോക്കായിരിക്കും. ഇപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ കുട്ടികളുടെ ഈ കൾച്ചർ ഇതാക്കുക. അതിൽ മോട്ടോർ വാഹന വകുപ്പിനോട് എനിക്ക് പറയാനുള്ളത്, ഈ 8 എഴുതിയിട്ട് 2 വീലറും H എഴുതിയിട്ട് 4 വീലറും കൊടുത്ത് നിങ്ങൾ വണ്ടി ഓടിച്ചോ എന്ന് പറഞ്ഞ് റോഡിലേക്ക് ഇറക്കുമ്പോൾ അവർക്കത് ഓടിക്കാനുള്ള സ്കില്ലുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നില്ല. തീർച്ചയായും ചെയ്യുന്നില്ല. കാരണം എന്താ, ഞാനൊരു അനുഭവത്തിൽ കണ്ടതാണ്. എനിക്ക് ലൈസൻസ് എടുക്കുന്നതിന് തൊട്ട് മുൻപേ ഒരു സ്ത്രീക്ക് ഗിയർ ഇടാൻ പോലും മര്യാദയ്ക്ക് പറ്റാഞ്ഞിട്ട് പോലും ലൈസൻസ് അനുവദിച്ചു കൊടുക്കുന്നത്. അവരെങ്ങനെയാ ഈ റോഡിൽ വണ്ടി ഓടിക്കാൻ? ഒറ്റ കാരോട് പറയട്ടെ. അപ്പൊ അതിനുള്ള സ്കില്ല് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ഈ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ 15-20 വർഷത്തേക്കാണ് ലൈസൻസ് അലോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അധികൃതർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ പറയുന്നത് ഈ യൂത്തിനെ കണ്ടിട്ട് 18 വയസ്സിൽ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 വർഷം കഴിഞ്ഞാൽ അവർക്ക് ഒരു ക്ലാസ്. ഒരു മറുപടി പറയൂ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. എനിക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ട്രെയിനിങ് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് വരുന്നതിന് തൊട്ട് മുൻപായിട്ട് കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. നമ്മളൊരു ക്ലാസ്സിലോട്ട് കയറി അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ RTO എന്ന നിലയിൽ ഞാനൊരു സൂപ്പർവിഷൻ നടത്താനായിട്ട് അങ്ങോട്ട് കയറി ചെന്ന് എങ്ങനെയുണ്ട് ക്ലാസ് എടുക്കുന്നത്, കൊള്ളാമോ, പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ടോ. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാനും അങ്ങോട്ട് അവതരിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഒരാൾ പെട്ടെന്ന് കൈ തെറ്റി, എനിക്ക് സംശയമുണ്ടെന്ന്. ഞാൻ ചോദിച്ചു, എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ചോദിച്ചു, എന്താ സംശയം? സാർ, ഈ ക്ലാസ് എപ്പോൾ അവസാനിക്കും? ഇതാണ് അദ്ദേഹത്തിൻ്റെ സംശയം. അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതായത് ഈ ചുരുക്കം പറഞ്ഞാൽ അരമണിക്കൂർ കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്ന് സീലടിച്ച് കിട്ടി ഞാൻ ഈ ക്ലാസ്സിന് വന്നു എന്നൊന്ന് തന്നാൽ ഞാൻ ഇവിടുന്ന് അങ്ങ് പോയിക്കോളാം. എനിക്ക് ആ ലൈസൻസിന് വരാനുള്ളൊരു അവസരം ഉണ്ടാക്കി തന്നാൽ മതി. ഇതാണ് പൊതുജനത്തിൻ്റെ ഒരു ഒറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഇനി അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ഈ ഹെൽമെറ്റ് വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ആൾക്കാർ ഈ ഹെൽമെറ്റിനെ കുറിച്ച് ധരിച്ചിരിക്കുന്നത് നമ്മളുടെ ഒരു ഫൈൻ ഈടാക്കാൻ അല്ലെങ്കിൽ ക്യാമറയിൽ വീഴാതിരിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് എല്ലാവരും കാണുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ റോഡിൽ കൂടെ പോകുന്ന സമയത്ത്, കഴിഞ്ഞ ദിവസം അല്ല പല നാളുകളിലായിട്ട്, ഒരു ലേഡി, ഞാൻ വർക്കൗട്ടിന് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് എല്ലാം ഒരു പോയിന്റ് വെച്ച് അവരെ കാണാം. അവർ ഈ ഹെൽമെറ്റിനകത്ത് ഫോൺ ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ അവരെ നമ്മൾ കണ്ടാൽ വിചാരിക്കും ഫോൺ കയറ്റി വെച്ചിട്ട് നമ്മൾ കണ്ടാൽ വിചാരിക്കുന്നത് പറയും വീട്ടിൽ നിന്ന് ഇവരെ എടുത്തിട്ട് പുറത്ത് ഇരുത്തിയിട്ട് വിട്ടിരിക്കുക. ഇങ്ങനെ പോവുക, ഇങ്ങനെ പറയട്ടെ കാര്യം പറയട്ടെ. അപ്പം ഇങ്ങനെ പോകുമ്പം ഞാനിങ്ങനെ പല ദിവസം കണ്ടു ഇവരെന്താ ഇങ്ങനെ. അപ്പം ഇവർ സംസാരിക്കുന്നത് മാത്രമല്ല, ഇവർ ഈ ലോകത്തേ അല്ല, ഏതോ വലിയ സന്തോഷത്തിൽ ഇങ്ങനെ പോകും. ഈ പരിസരം നടക്കുന്ന ഒന്നും കാര്യം. 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവരുടെ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ അവിടുത്തെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അവരുടെ യൂണിഫോം അത്. ഞാൻ അപ്പം ചെയ്തെന്താ അറിയാമോ, ആ സ്ഥാപനത്തിൽ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഒരു സർക്കുലർ വായിക്കണം, നിങ്ങളുടെ സ്റ്റാഫ് ഇതുമാതിരി ചെയ്താൽ. അപ്പം ഞാൻ യൂണിഫോമിലൊന്നും അല്ലാത്തത് കൊണ്ട് ഇറങ്ങി തടയാനൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പം ഞാൻ അവരെ കൊണ്ട് അത് ചെയ്യിച്ചു. ഇപ്പം എന്താണെന്ന് അറിയാമോ, ഈ സ്ത്രീക്ക് ഈ ഫോണും ഇല്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇത് സ്ഥാപനങ്ങൾ കോർപ്പറേറ്റ് പോളിസി ആക്കണം. അതായത് ഇപ്പോൾ 24 സ്റ്റാഫ് ഒരു കാരണവശാലും റോഡ് നിയമങ്ങൾ ലംഘിക്കത്തില്ല എന്നുള്ള പോളിസി ഉണ്ടാകുന്നത് പോലെ അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അത് ഗുണം ചെയ്തു. നല്ല കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.